ഒരച്ചാർ ഉണ്ടാക്കിയാലോ? ഉലുവ വറുത്തെടുക്കാട്ടോ. ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെളുത്തുള്ളി നന്നാക്കുകയാണ് ഗൈസ്. അത് കണ്ടാൽ തന്നെ അറിയാം എനിക്ക് നന്നായിട്ട് വെളുത്തുള്ളി നന്നാക്കാൻ അറിയാമെന്ന്. നാരങ്ങയും പച്ചമുളകും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ. കടുക് ഇട്ട് കൊടുക്കണ്ടേ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇത് ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയേ. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ പൊടിച്ച് വെച്ചതാണ് ഉലുവ വറുത്തിട്ട്. കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. ഈ അച്ചാർ ഇപ്പം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ലേ, കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ ചില്ലിൻ്റെ ഗ്ലാസ്സിൽ വെള്ളം ഇട്ട് വെക്കണമായിരിക്കും കേട്ടോ ബെറ്റർ. ഇതിനകത്തേക്ക് വെള്ളം വീണാൽ പെട്ടെന്ന് അച്ചാർ ചീത്തയായി പോയി. അല്ലാന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ.